നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 4 മലയാളികൾക്കിടയിൽ സുപരിചിതനായി മാറിയ ആളാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ഷോയിലെത്തി ആദ്യം മുതൽ ജനശ്രദ്ധ നേടിയ റോബിന് നിരവധി ആരാധകരെ സ്വന്തമാക്കാൻ സാധിച്ചിരുന്നു. ഷോയിൽ നിന്നും പകുതിക്ക് വെച്ച് പുറത്താക്കപ്പെട്ടുവെങ്കിലും 4ാം സീസണിൽ ഏറ്റവും വലിയ ചർച്ചയായി മാറാൻ റോബിന് സാധിച്ചിരുന്നു. ബിഗ് ബോസിന് ശേഷം റോബിൻ വാർത്തകൾ നിറഞ്ഞു നിന്നിരുന്നു. വിവാദങ്ങളും എന്നും റോബിന് പിന്നാലെ ഉണ്ടായിരുന്നു. ബിഗ് ബോസിന് ശേഷമാണ് റോബിനും ആരതിപ്പൊടിയും കണ്ടുമുട്ടുന്നതും പ്രണയത്തിലാകുന്നതും. റോബിന്റെ പ്രണയവും വിവാഹ നിശ്ചയവുമെല്ലാം നടക്കുന്നത് വളരെ പെട്ടെന്നായിരുന്നു. റോബിനെ ഇന്റർവ്യൂ എടുക്കാൻ എത്തിയ ആരതിപ്പൊടിയുമായി റോബിൻ പ്രണയത്തിലാവുകയായിരുന്നു. ബിഗ് ബോസ് താരമായ റോബിനും നടിയും സംരംഭകയുമായ ആരതി കണ്ടുമുട്ടുന്നത് ഒരു അഭിമുഖത്തിനിടെയാണ്. ആ സൗഹൃദം അധികം വൈകാതെ പ്രണയത്തിലേക്കും വിവാഹ നിശ്ചയത്തിലേക്കും എത്തുകയായിരുന്നു. ഇന്ന് ആരാധകരുടെ പ്രിയപ്പെട്ട താരജോഡിയാണ് ഇരുവരും. ബിഗ് ബോസിലൂടെ പ്രശസ്തരായ ഒട്ടേറെ താരങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അതിന് പ്രധാനിയാണ് റോബിൻ രാധാകൃഷ്ണൻ. പ്രൊഫഷൻ കൊണ്ട് ഒരു ഡോക്ടർ ആണെങ്കിലും സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി എന്ന നിലയിലാണ് റോബിൻ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടത്. താരത്തിന് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് പിന്നാലെ ആരാധകരുടെ വൻ വരവേൽപ്പ് ലഭിച്ചിരുന്നു. സീസൺ കഴിഞ്ഞ് വർഷങ്ങൾ പിന്നിട്ടെങ്കിലും ഇപ്പോഴും താരം റോബിൻ തന്നെയാണ്. അടുത്തിടെയാണ് റോബിന്റെ വിവാഹം കഴിഞ്ഞത്. അവതാരികയും സംരംഭകയുമായ ആരതിപ്പൊടിയെയാണ് റോബിൻ വിവാഹം കഴിച്ചത്. പിന്നാലെ ഇരുവരുടെയും ഹണിമൂൺ വാർത്തകൾ ഉൾപ്പെടെ വലിയ രീതിയിൽ ശ്രദ്ധ നേടിയിരുന്നു. അതിനുശേഷം മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്നപ്പോഴൊക്കെയും വളരെ പക്വമായ റോബിൻ പ്രതികരിക്കുമായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങൾ താരത്തിന് വിവാഹമോചനവുമായി ബന്ധപ്പെട്ട വാർത്തകൾ ചില ഓൺലൈൻ ന്യൂസ് ചാനലുകളിൽ പ്രചരിപ്പിച്ചിരുന്നു. ഇപ്പോഴത്തെ ഈ വിഷയത്തിൽ മറുപടിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് റോബിൻ രാധാകൃഷ്ണൻ. ആരതിയെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് റോബിൻ ഇതിന് മറുപടി നൽകിയത്. ഒപ്പം രേണുസുതി നേരിടേണ്ടി വന്ന വിമർശനങ്ങളിലും റോബിൻ തന്റെ അഭിപ്രായം അറിയിച്ചു. റോബിൻ രാധാകൃഷ്ണന്റെ വാക്കുകൾ ഇങ്ങനെ: വിവാഹമോചിതരായെന്നോ? അതും ഞങ്ങളോ? ഞങ്ങൾ ഡിവോഴ്സ് ആയെങ്കിൽ ഇതുപോലെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞങ്ങൾ ഇപ്പോൾ കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളൂ, അപ്പോഴേക്കും പിരിയാനാണോ? പലരും റീച്ചിന് വേണ്ടിയിടുന്ന തബ്നയിൽ കണ്ടിട്ട് ഞങ്ങളെ അത് കാണുന്ന എല്ലാവരും കമന്റുകളിലൂടെ ചീത്ത വിളിക്കും. അതുകൊണ്ട് ആർക്കും ഒരു ഗുണവുമില്ല. രേണുസുതിക്കെതിരെ നെഗറ്റീവ് കമന്റ് ഇടുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പുള്ളിക്കാരി അവരുടെ ജീവിതത്തിൽ ആരെയും ബുദ്ധിമുട്ടിക്കാതെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കുന്നു. അതിനിപ്പോൾ എന്താണ് പ്രശ്നം? നമുക്കെല്ലാം ഇഷ്ടമുണ്ടായിരുന്ന ഒരു വലിയ കലാകാരന്റെ ഭാര്യ എന്ന നിലയിൽ ജീവിതകാലം മുഴുവൻ അതിനെ ഓർത്ത് ദുഃഖിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അവർക്കൊരു ജീവിതമുണ്ട്. അവർക്ക് വിഷമമില്ലെന്ന് ആര് പറഞ്ഞു? ഉറപ്പായും അവർക്ക് വിഷമമുണ്ടാവും. നമ്മളത് കാണുന്നില്ലെന്ന് മാത്രം. എന്തായാലും പൊടി അവരുടെ കൂടെ ഒരു ഫോട്ടോഷൂട്ട് എടുക്കും. നിങ്ങളൊക്കെ അത്രയ്ക്ക് ആയോ? എന്നാൽ അതൊന്ന് കാണണമല്ലോ. രേണു ധൈര്യമായി മെസ്സേജ് ചെയ്തോ? പൊടി എന്തായാലും അത് ചെയ്തതായിരിക്കും. ഇതിലൊക്കെ വന്ന് നെഗറ്റീവ് കമന്റ് ഇടുന്ന ആളുകളെ പോലെ എല്ലാവരും പണിയെടുക്കും. ഒന്നും ചെയ്യാൻ പറ്റാതെ കുറേ എണ്ണമാണ് ഇങ്ങനെ ഇരുന്ന് നെഗറ്റീവ് കമന്റ് ഇടുന്നത്. രേണു അവരുടെ ഇഷ്ടം, അവരുടെ ഫാഷൻ, പുള്ളിക്കാരിക്ക് മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൊരു കുറ്റവുമില്ല. അവർ എന്തെങ്കിലും ക്രിമിനൽ കുറ്റമോ ഡ്രഗ്സോ മറ്റോ ഉപയോഗിക്കുന്നെങ്കിൽ അതിനെ കുറ്റം പറഞ്ഞോളും. അല്ലാതെ ഈ പറഞ്ഞതൊക്കെ ഒരാളുടെ ആഗ്രഹമല്ലേ? മോശം കമന്റ് ഇടുന്ന ഒരുപാട് എണ്ണവും ഫേക്കാണ്. പിന്നെ ചിലർ ലൈഫിൽ എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ ഇല്ലാത്ത നിരാശ മൂത്ത് നിൽക്കുന്ന ആളുകളായിരിക്കും. ചുമ്മാ അത് കണ്ടിട്ട് ഇങ്ങനെ ഓരോന്ന് പറയും. എനിക്ക് ഒരാളെയും റോൾ മോഡലാക്കാൻ തോന്നിയിട്ടില്ല. പണ്ടത്തെ പോലെയല്ല ഞാനിപ്പോൾ. ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടില്ലേ? ചെറിയൊരു നല്ല കുട്ടിയായില്ലേ ഞാനിപ്പോൾ? ഒന്നാമത്തെ കാര്യം, മദ്യം ജീവിതം നശിപ്പിക്കും. അതുപോലെ കുടിക്കണമെന്ന് ഞാൻ പറയില്ല. ഇതൊക്കെ നമ്മുടെ നാട്ടിലെ MLA MP ഒക്കെ തീരുമാനിക്കേണ്ടതാണ്. ഇതൊക്കെ എന്തിനാണ് വിൽക്കുന്നതെന്ന് അവരോട് ചോദിക്കണം. എനിക്കറിയില്ല. അതേസമയം ബിഗ് ബോസിന് ശേഷമാണ് റോബിനും ആരതിപ്പൊടിയും കണ്ടുമുട്ടുന്നതും പ്രണയത്തിലാകുന്നതും. സോഷ്യൽ മീഡിയയിൽ ജനപ്രിയ താരങ്ങളാണ് ഇന്ന്. കുറച്ച് നാളുകൾക്ക് മുമ്പായിരുന്നു രണ്ടാളും ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹിതരായത്. അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു വിവാഹം. വിവാഹത്തിന് പിന്നാലെ ഇരുവരുടെയും ഹണിമൂൺ യാത്രകളും ആഘോഷങ്ങളും ആരാധകർ ഏറ്റെടുത്തു. ഹണിമൂൺ ആഘോഷിക്കാൻ 24 രാജ്യങ്ങളിലേക്ക് പോകുമെന്നായിരുന്നു റോബിൻ ആരാധകരോട് പങ്കുവച്ചത്. എന്നാൽ ആദ്യം രാജ്യം സന്ദർശിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അടുത്ത യാത്ര റോബിനും ആരതി ഉപേക്ഷിച്ചു. റോബിന് ആരോഗ്യകരമായ പ്രശ്നങ്ങൾ നേരിട്ടതിനാലാണ് യാത്ര മാറ്റിവെച്ചതെന്നായിരുന്നു താരങ്ങൾ അറിയിച്ചത്. അന്ന് എന്താണ് സംഭവിച്ചതെന്ന് റോബിൻ പറയുകയും ചെയ്തു. കുട്ടിക്കാലത്ത് തന്നെ ഹണിമൂണിന് പോകണമെന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചതാണ്. ഞാനായാലും എൻ്റെ പാർട്ട്ണറായാലും അധികം യാത്ര പോയ ആളുകളല്ല. വിവാഹം കഴിക്കുമ്പോൾ ഞങ്ങളെ സ്പോൺസർ ചെയ്ത് യാത്രകൾക്കൊക്കെ കൊണ്ടുപോയാൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. ബിഗ് ബോസിന് മുൻപാണ് ഇങ്ങനെ ചിന്തിച്ചത്. ആ ആഗ്രഹമാണ് സാധിച്ചത്. 2 വർഷം കൊണ്ട് 24 രാജ്യങ്ങളാണ് കവർ ചെയ്യുന്നത്. അതിലൊരു രാജ്യം ഇപ്പോൾ തന്നെ കഴിഞ്ഞു, അസർബൈജാൻ. അതിനുശേഷം ബാലി പോകാനുള്ള ടിക്കറ്റൊക്കെ എടുത്തതാണ്. എന്നാൽ എനിക്ക് ന്യൂമോണിയ വന്നു. കോവിഡിന് ശേഷം പ്രതിരോധ ശേഷിയൊക്കെ കുറഞ്ഞു. മെഡിറ്റേഷൻ എടുത്താലും പ്രശ്നമാണ്. കഫത്തിൽ ബ്ലഡ് വരുന്ന സിറ്റുവേഷൻ ആയപ്പോൾ ഹോസ്പിറ്റലിൽ പോയി പരിശോധിച്ചപ്പോഴാണ് ന്യൂമോണിയയുടെ ആദ്യ സ്റ്റേജാണെന്ന് അറിഞ്ഞത്. അങ്ങനെ ആ യാത്ര ഡ്രോപ്പ് ചെയ്തു. ആശുപത്രിയിൽ കിടക്കുന്ന ഫോട്ടോയൊന്നും ഇടേണ്ടെന്ന് കരുതിയതാണ്. എന്നാൽ ബാലിയിൽ പോകുന്നുവെന്ന് സ്റ്റോറിയൊക്കെ ഇട്ട് പിന്നെ അസുഖമായത് പറയാതിരിക്കുമ്പോൾ കഥ ഉണ്ടാക്കിയതാണെന്ന് തോന്നും. അതുകൊണ്ടാണ് ആ വീഡിയോ ഇട്ടത്. കോമൺ സെൻസ് ഇല്ലാത്ത ആളുകൾ കരുതുന്നത് 2 വർഷത്തേക്ക് പൂർണ്ണമായും ഹണിമൂൺ ആണെന്നാണ്. അങ്ങനെയല്ല. 2 വർഷത്തിനുള്ളിൽ 24 രാജ്യം പോയി തീർക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. അസർബൈജാനിൽ പോയതൊക്കെ വളരെ രസകരമായിരുന്നു. നിങ്ങളാരും കാണാത്തൊരു പൊടിയുണ്ട്. ആ കാര്യങ്ങളാണ് ഞാൻ വീഡിയോയിൽ കാണിച്ചത്. അത് കണ്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിരുന്നു. അവരുടെ ആഗ്രഹം നടത്തി കൊടുക്കാൻ സാധിച്ചതിൽ സന്തോഷം. വിവാഹം കഴിഞ്ഞതിനു ശേഷം എന്താണ് മാറ്റം വന്നതെന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. 3 വർഷമായി എനിക്ക് പൊടി അറിയാം. എനിക്ക് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. ചില കാര്യങ്ങൾ ഞാൻ നിയന്ത്രിക്കാൻ പഠിച്ചു. ഭയങ്കര ദേഷ്യപ്പെട്ടിരുന്ന, അഗ്രസീവ് ആയിരുന്ന, റിയാക്ട് ചെയ്തിരുന്ന രീതിയൊക്കെ കുറഞ്ഞു. എല്ലാത്തിനും നിയന്ത്രണമുണ്ട്. പ്രായമാകുമ്പോൾ സ്വാഭാവികമായും നിയന്ത്രണം വരും. എനിക്ക് 37 വയസ്സുണ്ട്. ബിഗ് ബോസിന് മുൻപ് ഇങ്ങനെ ആയിരുന്നില്ല ഞാൻ.
ഞാൻ സൈലന്റ് ആയിരുന്നു. അധികം ടാലന്റ് ഉള്ള ആളായിരുന്നില്ല. ഞാൻ പരമാവധി പ്രശസ്തി അത്രമാത്രമായിരുന്നു ആഗ്രഹം. ബിഗ് ബോസ് കഴിഞ്ഞാൽ കിട്ടുന്ന പ്രശസ്തി ഒരു വർഷം അതുപോലെ നിലനിർത്തണമെന്ന് ആഗ്രഹിച്ചു. പല രീതിയിൽ പല കാര്യങ്ങൾ ചെയ്തു. കണ്ടന്റിന് വേണ്ടി തന്നെ ചിലത് ചെയ്തിട്ടുണ്ട്. റിയൽ ലൈഫും വേറെയാണ്. ഒരു പ്രശസ്തിക്കെല്ലാം ഞാൻ എന്നോട് തന്നെയാണ് കടപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ കൂടെ സപ്പോർട്ട് സിസ്റ്റമായി പൊടി കൂടിയുണ്ട്. ഇത്രയും അഗ്രസീവായ ടോക്സിക്കായ ആളെ വേണോ എന്നൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ പൊടി ഭയങ്കര പാവമാണ്. ഒന്നാമത് പൊടിക്ക് എന്നെ നന്നായി അറിയാം. ഞാൻ യഥാർത്ഥത്തിൽ എന്താണെന്നറിയാം. ഞാൻ ഇല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പൊടിക്ക് വേറെ 10,000 ചെക്കന്മാരെ കിട്ടും. എന്നിട്ടും പൊടി എന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ എന്നിൽ എന്തോ നല്ലതുണ്ട്. ഇപ്പോൾ ഒരു ലോ പ്രൊഫൈൽ ജീവിതമാണ് ഞാൻ നയിക്കുന്നത്. എൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്നും റോബിൻ പറയുന്നുണ്ട്. നേരത്തെ വിവാഹത്തെക്കുറിച്ചും മാരുതിയെക്കുറിച്ചും റോബിൻ പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു. കുറേ കാലം കല്യാണം എന്ന് പറഞ്ഞതുകൊണ്ട് അവസാനം കല്യാണം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് കല്യാണം നടന്നതുപോലെ തോന്നി എനിക്ക്. കുറേ സമയമെടുത്തു. പല തവണ വിവാഹം തീയതി മാറ്റി. ഈ ഡേറ്റ് മാറ്റുമെന്നാണ് കരുതിയത്. പക്ഷേ ആ ഡേറ്റിൽ തന്നെ വിവാഹം നടന്നു. 2-3 വട്ടം വിവാഹം നീട്ടിവെച്ചപ്പോൾ പലരും പറഞ്ഞു ഞങ്ങൾ ബ്രേക്കപ്പ് ആയെന്നും ഞങ്ങൾ ഇനി വിവാഹം കഴിക്കില്ലെന്നും. പക്ഷേ ഞങ്ങൾ കല്യാണം കഴിച്ചു. എൻ്റെ കോൺസെപ്റ്റ് ഓഫ് മാരേജ് രജിസ്റ്റർ വിവാഹമായിരുന്നു. പണ്ട് മുതൽ എൻ്റെ മനസ്സിൽ അങ്ങനെയായിരുന്നു. എന്തിനാണ് ആർഭാടമായി ഒരുപാട് ദിവസത്തെ ഫംഗ്ഷൻ നടത്തി കല്യാണം കഴിക്കുന്നതെന്നെല്ലാം തോന്നിയിരുന്നു. പക്ഷേ വിവാഹം എന്ന് വരുമ്പോൾ വധുവിനായിരിക്കുമല്ലോ ഏറ്റവും പ്രാധാന്യം. ആ പെൺകുട്ടിക്ക് എങ്ങനെ കല്യാണം നടക്കണമെന്നതിൽ സ്വപ്നങ്ങൾ ഉണ്ടാവുമല്ലോ. പ്രത്യേകിച്ച് ആരതി പൊടിക്ക് ഒരു ഫാഷൻ ഡിസൈനർ കൂടി ആയതുകൊണ്ട് ഒരുപാട് സങ്കല്പങ്ങൾ ഉണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് ആർഭാട വിവാഹത്തിനൊപ്പം നിന്നത്. പിന്നെ ഞങ്ങളുടെ വിവാഹത്തിന്റെ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തത്, കോർഡിനേറ്റ് ചെയ്തത്, എക്സിക്യൂട്ട് ചെയ്തത് ആരതി തന്നെയാണ്. അതിന് പൊടിയെ ഞാൻ അഭിനന്ദിക്കുന്നു. ഒരു കല്യാണം നടത്തുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. വളരെ കുറച്ച് പേർ മാത്രമേ പൊടിയെ സഹായിക്കാൻ ഉണ്ടായിരുന്നുള്ളൂ. 7 ഫെറ എന്ന കൺസെപ്റ്റ് പൊടി പറഞ്ഞപ്പോൾ ഇതൊക്കെ നടക്കുമോ എന്ന തോന്നലാണ് എനിക്ക് ആദ്യം വന്നതെന്ന്. പക്ഷേ എല്ലാം നന്നായി എന്നും റോബിൻ പറഞ്ഞു. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.